നഖം കടിക്കുന്നത് പോലുള്ള ദുശീലങ്ങൾ അധികം ആളുകളിലും കണ്ടുവരാറുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം 15 വയസ്സുകാരിയുടെ ശസ്ത്രക്രിയയിലേക്ക് എത്തിച്ചതും അങ്ങനെ ഒരു ശീലമാണ്. ശസ്ത്രക്രിയയിലൂടെ 2 കിലോ തൂക്കമുള്ള മുടിക്കെട്ടാണ് ആ കുട്ടിയുടെ വയറ്റിൽ നിന്ന് പുറത്തെടുത്തത്. അത് പാലക്കാട് സ്വദേശിനിയായ ഒരു കുട്ടിയാണ്, 10ാം ക്ലാസ് വിദ്യാർത്ഥിനി. അവർ വരുന്നത് വയറിലൊരു സാമാന്യം നല്ല വലിപ്പത്തിലുള്ളൊരു മുഴയും ഇടയ്ക്കിടയ്ക്ക് ചെറിയ വേദനകളുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഛർദിലും ഉണ്ടാവും. ആ ഒരു രീതിയിലാണ് വന്നത്. അൾട്രാസൗണ്ടും CT എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ CTയിൽ അവർ സംശയിക്കത്തക്ക രീതിയിലുള്ള ഒരു ഈ മുടി വയറിൽ കുടുങ്ങിയിട്ടുണ്ടായ വലിയൊരു തടിപ്പായിട്ടാണ് അവർ സംശയിക്കുന്നത്. പക്ഷേ അവർ ഉറപ്പില്ല. ആ ഒരു രീതിയിലാണ് വന്നത്. എൻഡോസ്കോപ്പിയിലാണ് നമ്മൾ വ്യക്തമായിട്ട് ഈ ഹെയർ ഉള്ളിൽ കടന്നിട്ടുള്ള ഒരു വലിയ മുഴയായിട്ടാണ് നമുക്ക് വന്നത്. കാരണം എൻഡോസ്കോപ്പ് നമുക്ക് ഉള്ളിലേക്ക് കടത്താൻ പറ്റുന്നില്ല, അതുപോലെ തിങ്ങിയിരിക്കുകയാണ്, ആമാശയം നിറഞ്ഞു നിൽക്കുകയാണ്. എങ്ങനെയാണ് നീ ഇത് മുടിയൊക്കെ എത്ര അകത്ത് ചെയ്യുന്നത്, അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞാൽ കുട്ടി മുടി കടിക്കുന്ന ശീലമുണ്ടെന്ന്. അപ്പോഴാണ് അമ്മയും പറയുന്നത് മുടി ഇങ്ങനെ കടിച്ചു പിടിക്കുന്ന ചിലപ്പോൾ കണ്ടിട്ടുണ്ടെന്ന് പറയും. വീണ്ടും ചോദിച്ചപ്പോഴാണ് പറയുന്നത് കുട്ടി ഇങ്ങനെ മുടിയെടുത്തിട്ട് ഇങ്ങനെ വിരൽ ചുറ്റിയിട്ട് ഇങ്ങനെ ഉണ്ട പോലെ ആക്കി ഇങ്ങനെ വിഴുങ്ങും എന്ന അച്ചാറ്. അപ്പോൾ ഇതിനൊരു റെമഡി എന്ന് പറയുന്നത് ശസ്ത്രക്രിയ ഉള്ളൂ, അല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. എൻഡോസ്കോപ്പിക്കലും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, കാരണം അത്ര മാസമായിട്ട് ഫോം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത്. ഈ ചൊവ്വാഴ്ച നമ്മൾ ഓപ്പറേറ്റ് ചെയ്തു. വൈകിട്ടേയും കുട്ടി അനസ്തീഷ്യയ്ക്ക് ഫിറ്റായി കഴിയുകയും അതിനെ തുടർന്ന് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്തായിരുന്നു. മുടീൻ്റെ അളവ് ഏകദേശം 2 കിലോയ്ക്ക് അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ പേരൻസ് പറയണത് ഈ കുട്ടി മുൻപ് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്, പക്ഷേ സമീപകാലത്ത് കുറച്ച് പഠനത്തിൽ കുറച്ചൊരു പിന്നോക്കം പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പേരൻസിൽ നിന്നൊരു സമ്മർദ്ദം ഉണ്ടായി കാണണം. ഇങ്ങനെയുള്ള ശീലമുള്ള കുട്ടികളെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുകയും അവരുടെ അടുത്ത് അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയും ചെയ്യാൻ പേരൻസ് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടികൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. അതിനനുസരിച്ചുള്ള റെമഡി അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ആ കുട്ടീനെ ശരിയായ രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നമ്മൾ നടത്തണം.